ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാധുരിയുടെ 87-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ പഠനവും ധ്യാനവും അനേകർക്ക് പ്രയോജനമാണ് എന്ന് തുടർച്ചയായി കാണുന്ന പലരും അഭിപ്രായപ്പെടുകയുണ്ടായത് നന്ദിയോടും സ്നേഹത്തോടും ഓർക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സ്നേഹവും ദൈവത്തിൻ്റെ വലിയ കരുണയും ഈ ഒരു മിനിസ്ട്രി ശ്രേഷ്ഠമായി തുടർച്ചയായി നിർവഹിക്കുവാൻ എന്നെ പ്രാപ്തനാക്കുന്നു, ശക്തനാക്കുന്നു എന്നുള്ളത് പ്രാർത്ഥനയോടെ ഞാൻ ഓർത്തുപോകുകയാണ്. 87-ാം എപ്പിസോഡിൽ 25-ാം സങ്കീർത്തനത്തിൻ്റെ ചില ഭാഗങ്ങൾ ധ്യാനിക്കുവാൻ ദൈവത്തിൽ സങ്കേതപ്പെടുകയാണ്. 25-ാം സങ്കീർത്തനവും സങ്കീർത്തനകാരനായ ദാവീദ് എഴുതിയതാണ്. രാജാവും നബിയുമായ പുരോഹിതനായ ദാവീദിനാൽ വിരചിതമായ ശ്രേഷ്ഠ സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് 25-ാം സങ്കീർത്തനം. സങ്കീർത്തനങ്ങളുടെ പശ്ചാത്തലങ്ങളും വ്യാഖ്യാനങ്ങളുമൊക്കെ പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ ഇനിയും പ്രവേശിക്കുന്നില്ല. ഈ സങ്കീർത്തനത്തിൻ്റെ 5 വാക്യങ്ങൾ ഞാനിന്ന് ആമുഖമായി വായിക്കുകയാണ്. യഹോവേ, നിങ്കിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ. എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ. നിന്നെ കാത്തിരിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകുകയില്ല. കാരണം കൂടാതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. യഹോവേ, നിൻ്റെ വഴികൾ എന്നെ അറിയിക്കണമേ. നിൻ്റെ പാതകൾ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിൻ്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ദിവസം മുഴുവനും ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു. ദാവീദിൻ്റെ ഒരു ധ്യാനാത്മക സങ്കീർത്തനമാണിത്. ഭക്തൻ്റെ ഒരു വലിയ സമർപ്പണമാണിത്. ദൈവത്തിൻ്റെ നന്മ തിരിച്ചറിഞ്ഞ് ദൈവത്തിങ്കലായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭക്ത വചസ്സുകളാണ് ഈ സങ്കീർത്തനത്തിൽ ആകമാനമുള്ളത്. ഭക്തൻ്റെ യാചന, ഭക്തൻ്റെ ശ്രദ്ധ സൃഷ്ടാവിങ്കിലേക്കാണ്. ഭക്തൻ്റെ നിലവിളി യഹോവയെങ്കിലേക്കാണ്. മനസ്സ് ഉയർത്തേണ്ട പല സ്ഥലങ്ങളുമുണ്ട്. മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് പല തലങ്ങളിലുള്ളതാണ്. ഒരേ സമയം തന്നെ മനുഷ്യൻ്റെ മനസ്സിന് എവിടെ വരെ വേണേലും എത്താൻ സാധിക്കും. നന്മയുടെ പൂങ്കാവനങ്ങളിലേക്കും തിന്മയുടെ ദുർഗമങ്ങളിലേക്കും എത്തുവാൻ സാധിക്കും. നന്മയുടെ സ്വർഗരാജ്യത്തിലേക്കും ഭയാനകതയുടെ മരണത്താഴ്വരയിലേക്കും മനസ്സിന് ഒരേ സമയം എത്താൻ സാധിക്കും. മനസ്സിന് സ്പീഡ് ഭയങ്കരമാണ്. ശബ്ദത്തെക്കാളും പ്രകാശത്തെക്കാളും സ്പീഡാണ് മനസ്സിന്. എവിടെ വേണേലും ചെല്ലാൻ പറ്റും. മനുഷ്യൻ്റെ മനസ്സ് ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല. പിടിച്ചു കെട്ടാൻ സാധിക്കാത്ത കുതിരയെക്കാളും മറ്റേത് മാരകായുധങ്ങളെക്കാളും അനുഭവങ്ങളെക്കാളും ഒക്കെ വ്യത്യസ്തമാണ് മനുഷ്യൻ്റെ മനസ്സ്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവേ, നിങ്കിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എന്തൊരു ഭാഗ്യാവസ്ഥയാണത്. ദൈവത്തെ പോലെയുള്ള ഒരാളുടെ അടുക്കിലേക്ക് മനസ്സുയർത്താൻ തക്കവണ്ണം ഒരു ഭക്തന് സാധിക്കുക. നിൻ്റെ നിക്ഷേപമുള്ളിടത്ത് നിൻ്റെ ഹൃദയം ഇരിക്കുമെന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം മനസ്സ്, കാരണം ഹൃദയം കണ്ണുയർത്തുന്നു എന്നല്ല, ചിന്ത ഉയർത്തുന്നു എന്നല്ല, ചിന്തയ്ക്കും വികാരത്തിനും അപ്പുറമായിട്ട് മനസ്സിനെ അങ്ങ് ഉയർത്തുകയാണ്. വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മനസ്സെന്ന് പറയുന്നത് ആത്മാവിൻ്റെ, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ സമന്വയസ്വഭാവമാണ് ഹീബ്രു ഭാഷയിലെ മനസ്സിൽ ഉപയോഗിച്ചേക്കുന്നത്. അല്ലാതെ വെറുമൊരു ചിന്താധാര മാത്രമല്ല, മനുഷ്യന് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു തലം മാത്രമല്ല. യഹോവേ, നിങ്കിലേക്ക് ഞാൻ എൻ്റെ മനസ്സുയർത്തുന്നു എന്ന് പറയുമ്പോൾ ആത്മാവും ശരീരവും മനസ്സും എല്ലാം ദൈവത്തിങ്കിലേക്ക് അങ്ങ് ആവുകയാണ്. ഒരു വലിയ റിസ്ക്കാണ് അവിടെ ഏറ്റെടുക്കുന്നത് ഭക്തൻ. കാരണം ദൈവത്തിങ്കിലേക്ക് മനസ്സുയർത്തുക എന്ന് പറഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന ചിന്താധാരകളൊക്കെ മാറ്റുകയാണ്.
സുറിയാനി ക്രിസ്ത്യാനികളുടെ ആരാധനയിൽ സുപ്രധാന ഭാഗമാകുമ്പോൾ കാർമ്മികൻ്റെ പ്രധാനപ്പെട്ട ആഹ്വാനമിതാ: ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും യഹോവയായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ എഴുന്നള്ളിയിരിക്കുന്ന സ്ഥാനത്തായിരിക്കുന്നു. ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഇതെല്ലാത്തിൻ്റെയും കൂടെ സമഞ്ജസഭാവമാണ് മനസ്സെന്ന് പറയുന്നത്. ആ മനസ്സിനെയാണ് ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്നത്. അപ്പോൾ ദൈവത്തിങ്കിലേക്ക് മനസ്സുയർത്തുക എന്ന് വെച്ചാൽ ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ആലോചിക്കുവാനും പല സംഗതികളുണ്ടെങ്കിലും പല ചുറ്റുവട്ടങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ അങ്ങ് മറക്കുകയാണ്, അതിനെയൊക്കെ അങ്ങ് ഉപേക്ഷിക്കുകയാണ്. ഇന്ന് നമ്മൾക്ക് ദൈവത്തിങ്കിലേക്ക് മനസ്സുയർത്താൻ പറ്റുന്നുണ്ടോ? നമ്മൾ ചിലപ്പോൾ എല്ലാവരെയും കാണിക്കാൻ കണ്ണുയർത്തും, മുഖമുയർത്തും, ശരീരത്തെ കൊണ്ട് ദൈവസന്നിധിയിൽ കൊണ്ടിരുത്തും. പക്ഷേ മനസ്സുയർത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിങ്കിലേക്ക് മനസ്സുയർത്തുന്ന ഒരു ഭക്തൻ്റെ മനസ്സിലുള്ളത് ഒരു വലിയ റിസ്ക്കാണ്. പലതിനെയും വിട്ടിട്ട് ദൈവത്തിങ്കിലേക്ക് ഉയർത്തുകയാണ്. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ, ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ, ഹല്ലേലൂയ പാടും ഞാൻ. അതെ, നല്ലവനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മനസ്സിനെ വിട്ടുകൊടുക്കുകയാണ്. ഇന്ന് നമ്മളുടെ മൊബൈൽ പോലും മറ്റൊരു മനുഷ്യൻ്റെ കയ്യിൽ കൊടുക്കാൻ നമുക്ക് ധൈര്യമില്ല. നമ്മളുടെ സമ്പാദ്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ നമുക്ക് ധൈര്യമില്ല. നമുക്കെല്ലാത്തിലും നമുക്കൊരു മറവുണ്ട്. ജീവിത പങ്കാളിയോട് പോലും ചില കാര്യങ്ങൾ പറയാൻ നമുക്കൊരു താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചുറ്റുവട്ടത്തിലാണ്, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ദൈവത്തിങ്കിലേക്ക് ഞാൻ മനസ്സുയർത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിങ്കിലേക്ക് മനസ്സുയർത്തുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് റിസ്കിയാണ്. കാരണം ആ മനസ്സുയർത്തുന്ന സാഹചര്യത്തിൽ ഒരുപാട് സംഗതികളുണ്ട്. എൻ്റെ മനസ്സിലുള്ളതൊക്കെ ദൈവം അറിയുമല്ലോ. നമ്മൾ പറയത്തില്ല, എൻ്റെ പേഴ്സിൽ എത്ര ഉണ്ട്, എൻ്റെ അക്കൗണ്ടിൽ എത്രയുണ്ട്, എൻ്റെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, നന്മയും തിന്മയുമുണ്ട്, ഇതൊക്കെ ദൈവം അറിയുമല്ലോ എന്നുള്ളൊരു പേടിയും ഒരേ സമയത്തുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പേടിയില്ലാത്തവന് മാത്രമേ, ഒരു റിസ്ക് ഇല്ലാത്തവന് മാത്രമേ ദൈവത്തിങ്കിലേക്ക് മനസ്സുയർത്താൻ പറ്റത്തുള്ളൂ, എല്ലാം വിട്ടുകൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായ ഒരു ഭക്തൻ്റെ ചിത്രമാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ദൈവത്തിങ്കിലേക്ക് മനസ്സുയർത്തുമ്പോൾ ഞാൻ പറഞ്ഞു, പലതിൽ നിന്നും ഓടി ഒളിക്കേണ്ടതായിട്ടുണ്ട്. ഈ ലോകത്തിൽ താല്പര്യമുള്ള ഒരുപാട് സംഗതികളുണ്ട്. ഷെയർ മാർക്കറ്റുണ്ട്, ബിസിനസ്സുകളുണ്ട്, കൃഷികാര്യങ്ങളുണ്ട്, പിള്ളേരുടെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വിട്ടിട്ട് ദൈവത്തിങ്കിലേക്ക് മനസ്സുയർത്തുകയാണ്. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ആലോചിക്കാറുണ്ട്. നമ്മൾ പറയത്തില്ലയോ, ചില കാര്യങ്ങൾ ആലോചിച്ചാൽ ഒരു അന്തവുമില്ല, ആലോചിക്കാതിരുന്നാൽ ഒരു കുന്തവുമില്ലെന്ന് പണ്ടുള്ളവർ പറയുമായിരുന്നു. അതുപോലെ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല, ആലോചിക്കാതിരുന്നാൽ നഷ്ടവുമില്ല. അപ്പോൾ ചിലതിനെയൊക്കെ മുറുകെ പറ്റുന്ന ചില സംഗതികളെയൊക്കെ വിട്ടുപിടിച്ചെങ്കിൽ മാത്രമേ ദൈവത്തെങ്കിൽ മനസ്സുയർത്തുവാൻ സാധിക്കൂ. യഹോവയെ നിങ്കിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയ സാക്ഷ്യം കൂടി അവിടെ ഉണ്ട്. മറ്റു പലതിൻ്റെയും പിന്നാലെ എവിടെങ്കിലും രക്ഷ കിട്ടുമോ എന്ന് അലഞ്ഞ സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. സങ്കീർത്തനക്കാരനെ പോലെ നമ്മളും ചിന്തിക്കണം. ആരെങ്കിലും സഹായിക്കുമോ പിന്തുണയ്ക്കുമോ എന്ന് ചിന്തിച്ച് പലരുടെയും പിന്നാലെ പോയ കാലങ്ങളുണ്ട്, കാലു പിടിച്ച കാലങ്ങളുണ്ട്, സമയം നഷ്ടമാക്കിയ ചുറ്റുവട്ടങ്ങളുണ്ട്. പണം പോയി, ആരോഗ്യം പോയി, എല്ലാം പോയി, എങ്ങും രക്ഷയില്ല. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അപ്പോഴത്തേക്ക് ദൈവത്തിങ്കിലേക്ക് മനസ്സുയർത്തുക എന്ന് പറയുന്നത് അതൊരു റിട്രീറ്റാണ്, ഒരു വലിയ ധ്യാനാത്മകതയാണ്, ഒരു കണ്ടംപ്ലേറ്റീവ് മെഡിറ്റേഷൻ മെത്തേഡാണ്. മറ്റെങ്ങും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് എന്തൊക്കെയുണ്ടെങ്കിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയോ പ്രിയപ്പെട്ടവരെ. ഹോസ്പിറ്റലിൽ കഴിയുന്നു, ICUവിൽ കഴിയുന്നു, തിരിച്ചിറങ്ങി വരാൻ പറ്റുമോ എന്നറിയത്തില്ല, പ്രിയപ്പെട്ടവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല, വെന്റിലേറ്ററിൽ കഴിയുന്നു, മനസ്സിൽ ഓർമ്മയുണ്ട്, ഓക്സിജൻ കൊടുത്തിട്ടേക്കുന്നു, അന്നേരം കാര്യങ്ങളൊക്കെ ചിന്തിക്കാനുള്ള കഴിവുമുണ്ട്. പക്ഷേ നമ്മളോടൊപ്പം ആ ചുറ്റുവട്ടത്തിൽ കഴിയുന്ന പലരും കാണും, ആ വാർഡിൽ കഴിയുന്ന പലരുമുണ്ട്. പലരും കാണിക്കുന്ന ശ്വാസം മുട്ടലുകൾ, അസ്വസ്ഥതകളൊക്കെ നമ്മളെ അലോസരപ്പെടുത്തിയിട്ടില്ലേ? നമ്മുടെ മുൻപിൽ പലരും മരണപ്പെട്ടിട്ടില്ലേ? പലർക്കും അന്ത്യകൂദാശ കൊടുത്തിട്ടില്ലേ? ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് കിടക്കുക.
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പിടിച്ചു നിൽക്കുന്നതെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖമുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ മാറും. പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കുവാനുള്ള മറ്റു പല കാര്യങ്ങളുണ്ട്. ചിലർ തമാശ പറയും, തമാശ കേൾക്കും, സിനിമ കാണും, സീരിയൽ കാണും, യാത്രകൾ ചെയ്യും, ഭക്ഷണം കഴിക്കും, ബന്ധുക്കളുമായി ഒത്തുകൂടും, പുറത്തു പോകും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ആരാധനകളിൽ, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഇതിലൊക്കെ പോകും. പക്ഷേ ഇങ്ങനെ ആശുപത്രി പോലെയുള്ള സാഹചര്യങ്ങളിലായിരിക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെയുള്ളിടത്തൊന്നും പോകാൻ പറ്റത്തില്ല. അകാരണമായൊരു ഭീതിയും ഭയവും ഒക്കെ നമ്മളെ പിന്തുടരാറുണ്ട്. ഇതൊരു സത്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചുറ്റുവട്ടങ്ങളിലൊക്കെ ആയിരിക്കുമ്പോഴും ഒരു കാര്യം ഓർത്തോണം. ആ സങ്കീർത്തനക്കാരൻ്റെ വാചകം, യഹോവേ നിങ്ങളിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. ഇന്നലെയൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ അപ്പാ, എൻ്റെ പിതാവേ, നിങ്ങളിലേക്ക് ഞാൻ മനസ്സുയർത്തുകയാണ്. എന്നെ നിനക്കങ്ങ് തരികയാണ്. മറ്റാർക്കും കൊടുക്കാനില്ല, വിശ്വസിക്കാനില്ല. സുറിയാനിക്കാരുടെ ഒരു അനുതാപ കീർത്തനമുണ്ട്. അതിൽ പാടുന്നത് ഇങ്ങനെയാണ്: വൈദ്യന്മാർ പക്കൽ ഞാൻ പോയി, അവരൗഷധമെല്ലാം ചെയ്തിട്ടില്ലൊരു ഗുണവും. എൻ വ്രണമോ കഠിനം, നൽവൈദ്യ നിന്നെയും നിൻ ഔഷധ ഗുണവും ഞാൻ കേട്ടു. നിങ്കൽ വരുന്നോൻ സുഖമേൽക്കുന്നൂനം. ഹസിക്കരുതേ എന്നെ വൈരി, തേറും നരരിൽ ദൂതന്മാർ പ്രീതന്മാരായി തീർന്നിവ ചൊല്ലട്ടെ. അനുതാപികളിൽ തൻ വാതിൽ രാപ്പകലിങ്ങു തുറന്നിടും. ഹല്ലേലൂയ നാഥാസ്തുത്യൻ നീ. എത്ര അർത്ഥവത്തായിട്ടാണ് പിതാക്കന്മാർ സാക്ഷിച്ചിരിക്കുന്നത്. യഹോവേ നിങ്ങളിലേക്ക് ഞാൻ എൻ്റെ മനസ്സുയർത്തുന്നു. എൻ്റെ അപ്പച്ച നിങ്ങളിലേക്ക് ഞാൻ എൻ്റെ മനസ്സുയർത്തുന്നു. എൻ്റെ സന്തോഷത്തിൻ്റെ സമയത്ത് എൻ്റെ മനസ്സ് നിങ്ങളിലേക്ക് ഉയർത്തുന്നു. കാരണം എൻ്റെ സന്തോഷം നിലനിൽക്കണമെങ്കിൽ നിങ്ങളിലേക്ക് മനസ്സുയർത്തിയേ പറ്റത്തുള്ളൂ. നിന്നോട് ആലോചന ചോദിച്ചേ പറ്റത്തുള്ളൂ. എൻ്റെ ലാഭങ്ങളുടെ നടുവിൽ നിങ്ങളിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. ഈ ലാഭം ഞാൻ എങ്ങനെ വിനിയോഗിക്കണമെന്നറിയണമെന്നുണ്ടെങ്കിൽ അപ്പച്ച നീ മറുപടി തരണം. അല്ലെങ്കിൽ ആ ബുദ്ധിയില്ലാത്ത ധനാഢ്യനെ പോലെ ഒത്തിരി ഉണ്ട്, ഞാൻ എൻ്റെ പഴയ കളപ്പുരയൊക്കെ പൊളിച്ച് പുതിയത് പണിയും, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. എന്നാൽ അന്ന് രാത്രി അവൻ്റെ ആത്മാവിനെ കർത്താവ് എടുത്താൽ അവൻ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞതുപോലെ സന്തോഷങ്ങളുടെ ആധിക്യത്തിൽ, സമാധാനങ്ങളുടെ ആധിക്യത്തിൽ, സമ്പാദ്യങ്ങളുടെ ആധിക്യത്തിൽ ദൈവത്തിങ്കിലേക്ക് മനസ്സുയർത്തിയില്ലെങ്കിൽ അതൊരു വലിയ പരാജയമായിട്ട് മാറ്റപ്പെടും, ഒരു അപജയമായിട്ട് മാറ്റപ്പെടും. ദൈവമേ നിങ്ങളിലേക്ക് ഞാൻ, എൻ്റെ അപ്പച്ച, എൻ്റെ പ്രാണനാഥ നിങ്ങളിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ സന്തോഷം നിലനിൽക്കുവാൻ, എൻ്റെ സമാധാനം നിലനിൽക്കുവാൻ, ആലോചന ചോദിക്കുവാൻ നിങ്ങളിലേക്ക് മനസ്സുയർത്തുന്നു. എൻ്റെ അപ്പച്ച എൻ്റെ വേദനകളെ മറക്കുവാൻ തക്കവണ്ണം, ലോകത്തിൻ്റെ ചതിയും വഞ്ചനയും മറക്കുവാൻ തക്കവണ്ണം, എൻ്റെ ആസക്തികളെ മറക്കുവാൻ തക്കവണ്ണം, നഷ്ടങ്ങളും ലാഭങ്ങളും മറക്കുവാൻ തക്കവണ്ണം, അതിനപ്പുറമായി നിന്നെ സ്നേഹിക്കുവാൻ തക്കവണ്ണം എൻ്റെ അപ്പച്ച നിങ്ങളിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. ഞാൻ പഠിച്ച പാഠങ്ങൾ, എൻ്റെ സമ്പാദ്യങ്ങൾ എനിക്ക് സഹായമായി വരാതിരിക്കുന്ന അവസരത്തിൽ എൻ്റെ അപ്പച്ച നിങ്ങളിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എന്നെ വിശ്വസിക്കുവാൻ എൻ്റെ കുടുംബാംഗങ്ങൾ പോലും ഇല്ലാതിരിക്കുന്ന അവസരത്തിൽ എൻ്റെ അപ്പച്ച നിങ്ങളിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എൻ്റെ അപ്പച്ച മുൻപോട്ടുള്ള ജീവിതത്തിന് പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ, ജീവിക്കണ്ട എന്ന് തോന്നുമ്പോൾ ഒരു റീചാർജ് ചെയ്യുവാൻ തക്കവണ്ണം, എനിക്ക് നിൻ്റെ എനർജി ലഭ്യമാകുവാൻ തക്കവണ്ണം അപ്പച്ച നിങ്ങളിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എൻ്റെ അപ്പച്ച മറ്റുള്ളവരോട് പഴിയും നിന്നയും കൂടുമ്പോൾ, മറ്റുള്ളവരുടെ നിന്ന പെരുകുമ്പോൾ, എനിക്ക് ക്ഷമിക്കാൻ കഴിയാതിരിക്കുമ്പോൾ അപ്പച്ച നിങ്ങളിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എൻ്റെ അപ്പച്ച, എൻ്റെ സ്വർഗീയ പിതാവേ, ഒത്തിരി ആലോചനക്കാരൻ്റെ പിന്നാലെ വന്ന് കൂടുന്നുണ്ട്. എൻ്റെ സമ്പാദ്യം എങ്ങനെ ചെലവഴിക്കണം, എങ്ങനെ വീതം വയ്ക്കണം, എൻ്റെ പിള്ളേരെ എന്തിനു വിടണം, എവിടെ വീട് വയ്ക്കണം, എവിടെ വസ്തു വാങ്ങണം, എവിടെ യാത്ര ചെയ്യണം, ഇതിനെക്കുറിച്ചൊക്കെ ഭാരം കൂടുമ്പോൾ എൻ്റെ അപ്പച്ച ഒരു നല്ല മറുപടിക്കായി
നീ എന്തു പറയുന്നു എന്ന് കേൾക്കുന്നതിനായി എൻ്റെ ജീവിതം സുരക്ഷിതമാകുവാൻ നിങ്ങളിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എൻ്റെ അപ്പച്ച, ജീവിതയാത്രയ്ക്കിടയിൽ ചിന്തകൾ പലപ്പോഴും പതറിപ്പോകുന്നുണ്ട്. ഒത്തിരി നന്മയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സാത്താൻ്റെ ദണ്ടുകൾ, അമ്പുകൾ എന്നിൽ പതിച്ചിട്ടുണ്ട്. ദുഷ്ടചിന്തകൾ ഉയരുന്നുണ്ട്, ആസക്തികൾ ഉയരുന്നുണ്ട്. അതൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ എൻ്റെ അപ്പച്ച, എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ, ആത്മശരീര മനസ്സുകളെ ശുദ്ധീകരിക്കുവാൻ നിങ്ങളിലേക്ക് ഞാൻ എൻ്റെ മനസ്സുയർത്തുന്നു. ഇത്ര വിശ്വസ്തനായ നല്ലവനായൊരു പിതാവ് എൻ്റെ മുൻപിലുള്ളതിനാൽ, മറ്റാരെയും തേടിപ്പോകാൻ തക്കവണ്ണം എനിക്കില്ലാത്തതിനാൽ, ഇത്രയൊരു ഭാഗ്യം ഞാൻ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുന്നതിനായിട്ട് കിട്ടിയ അവസരം വിനിയോഗിച്ചുകൊണ്ട് എൻ്റെ അപ്പച്ച, നിങ്ങളിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എൻ്റെ പൊന്നു തമ്പുരാനെ, എൻ്റെ പിതാവേ, എൻ്റെ ഹൃദയങ്ങളെ സ്പർശിക്കുന്നവനെ, നാളെക്കുറിച്ചുള്ള ക്ലേശങ്ങൾക്കപ്പുറമായി ഒരു നല്ല പ്രത്യാശയുടെ വഴിത്താര കാണുവാനായി, ഒരു സന്തോഷത്തിൻ്റെ വഴിത്താര കാണുവാനായി എൻ്റെ അപ്പച്ച, നിങ്ങളിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എൻ്റെ പൊന്നപ്പച്ച, നീ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ ഒരു നല്ല രാജ്യം, ഒരു നല്ല ഭവനം തരുമെന്ന്. ആ ഭവനത്തിൻ്റെ മനോഹാരിത കാണുന്നതിനായി, ആ ഭവനത്തിൽ എങ്ങനെ പാർക്കണമെന്നറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ട്യൂഷൻ കിട്ടുന്നതിനായി, അവിടെ ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്നറിയുന്നതിനായി എൻ്റെ അപ്പച്ച, നിങ്ങളിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എൻ്റെ അപ്പച്ച, സ്വർഗരാജ്യത്തിൽ മാലാകമാരുടെ സ്തുതിഗീതങ്ങൾ ഉയരുന്നുണ്ട്, വാദിത്ര സ്വരങ്ങൾ ഉയരുന്നുണ്ട്, ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. ആ ഭാഗത്ത് ഞാൻ നിരാശനായി, വേദനിക്കപ്പെട്ട്, പിന്തള്ളപ്പെട്ടവനായി നിന്ന് പോകാതിരിക്കുവാൻ തക്കവണ്ണം ആ പാട്ടുകളൊക്കെ പഠിക്കാൻ വേണ്ടി, അവരുടെ വഴിത്താരകൾ അറിയാൻ വേണ്ടി എൻ്റെ അപ്പച്ച, നിങ്ങളിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ പ്രഭുവേ, എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്നവനെ, മനസ്സലിവുള്ളവനെ, നന്മയുള്ള പിതാവേ, ഇവയ്ക്കൊക്കേക്കും വേണ്ടി, പ്രത്യാശയിൽ നിറയുന്നതിന് വേണ്ടി ഞാൻ മനസ്സുയർത്തുന്നു. എൻ്റെ അപ്പച്ച, എൻ്റെ ചുറ്റുവട്ടത്തിലുള്ള പലരും വീണുപോയിട്ടുണ്ട്. ഞാനും വീഴ്ചയുടെ പടുകുഴിയുടെ വാതിലിലായിരിക്കുകയാണ്. സമാധാനമെന്നുള്ളതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ബന്ധുമിത്രാദികളും മാതാപിതാക്കളൊക്കെ വേർപെട്ടു പോയി. ആശ്വാസം അർപ്പിച്ചവരൊക്കെ എവിടെയോ പോയി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മറ്റുള്ളവർക്ക് ഒരു മറുപടി കൊടുക്കുവാൻ, അവർക്കൊരു താങ്ങൽ കൊടുക്കുവാൻ, അവർ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുവാനായി, അവരുടെ സംശയങ്ങളെ ഒന്ന് തിരുത്തുവാനായി, നിൻ്റെ ഒരു വാക്ക് അവർക്ക് പകർന്നു കൊടുക്കുവാനായി എൻ്റെ അപ്പച്ച, നിങ്ങളിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ നാഥ, എൻ്റെ യഹോവേ, എൻ്റെ രക്ഷക, ഒരുപാട് നിന്ദയുടെ സ്വരങ്ങൾ ഞാൻ അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ കേൾക്കുന്നുണ്ട്. അതിൽ പല കാര്യങ്ങളും എനിക്ക് അറിവില്ലാത്തതാണ്, ഞാൻ കേട്ടിട്ടില്ലാത്തതാണ്. എടുക്കാത്തത് തിരിച്ചു കൊടുക്കേണ്ടി വരുന്നു, ചിന്തിക്കാത്തതിന് മറുപടി പറയേണ്ടത് വരുന്നു. ആത്മാർത്ഥമായി പ്രവർത്തിച്ച പലതും തിരിഞ്ഞുകൊത്തുന്നു. കാരണം എൻ്റെ സത്യം പറയാൻ പറ്റാതെ പോകുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ നിൻ്റെ കുഞ്ഞ് വീണു പോകാതിരിക്കുവാൻ തക്കവണ്ണം അപ്പച്ച, നിങ്ങളിലേക്ക് മനസ്സ് ഉയർത്തിയാലല്ലാതെ നിലനിൽക്കാൻ പറ്റത്തില്ലല്ലോ. അത്തരമൊരു സാഹചര്യത്തിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നിൻ്റെ കൃപയുണ്ടാകണമല്ലോ. അതിലേക്ക് ഞാൻ മനസ്സുയർത്തുകയാണ്. കർത്താവേ, കറയില്ലാത്ത ഹൃദയമെനിക്കരുളിടണമേ, പിഴയധികാരം ചെയ്തതിനാൽ മുന്നേക്കാളതു വഷളായി, ആത്മശരീര മനസ്സുകളാം എന്നോട് തിരുമുൽ കാഴ്ചകളെ, ശോഭ കലർന്ന വിളക്കുകളായി ഞാൻ കത്തിപ്പാറാകണമേ. എൻ്റെ പൊന്നു തമ്പുരാനെ, എൻ്റെ ജീവൻ്റെ നായക, ജീവൻ്റെ ജീവനെ, എല്ലാ സുഗന്ധത്തെക്കാളും നല്ല സുഗന്ധമായവനെ, എല്ലാ ഔഷധത്തെക്കാളും ഔഷധമായവനെ,
എൻ്റെ വിളക്ക് പലപ്പോഴും കെടാറായിരിക്കുകയാണ്, എണ്ണ തീരാറായിരിക്കുകയാണ്. കരുതിയ എണ്ണ തീർന്നു പോയി. ഞാനെടുത്ത എണ്ണ എൻ്റെ വിളക്കിനെ കത്തിക്കുവാൻ പ്രാപ്തവുമല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. നീ തന്ന എണ്ണയാ ഞാൻ എടുത്തോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നീ തന്ന വിളക്കാണോ എൻ്റെ കയ്യിലുള്ളതെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നിൻ്റെ തീ തന്നെയാണോ ഞാൻ വിളക്കാണെന്ന് കരുതി കയ്യിൽ കൊണ്ട് നടക്കുന്നതിനെ പ്രകാശിപ്പിക്കുന്നതെന്നും എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ പ്രകാശത്തിൻ്റെ നായകനെ, നിൻ്റെ എണ്ണ എന്നിലേക്ക് പകരുവാൻ തക്കവണ്ണം, നിൻ്റെ പ്രകാശം തന്നെ എന്നിൽ ജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം, നീ തന്ന ദീപമാണ് ഞാൻ വഹിക്കുന്നതെന്നുള്ള ഒരു അറിവെനിക്ക് പകർന്നു തരുവാൻ തക്കവണ്ണം അപ്പച്ചാ, എൻ്റെ മനസ്സ് ഞാൻ നിങ്കിലേക്ക് ഉയർത്തട്ടെ. നിത്യജീവൻ്റെ ഉറവുകൾ നിങ്കലുണ്ടല്ലോ. നിന്നെ വിട്ടിട്ട് മറ്റെവിടെ പോയി ഞാൻ മനസ്സർപ്പിക്കും? ആധുനിക കാലത്ത്, ഇന്നത്തെ കാലത്ത് എൻ്റെ അപ്പച്ച നിക്ഷേപങ്ങൾ പോലും കളിപ്പിക്കുന്ന ഒരു തലമാണല്ലോ ഉള്ളത്. മനുഷ്യൻ ചോര നീരാക്കി കൊണ്ടുവരുന്ന സമ്പാദ്യങ്ങളെ യാതൊരു ധാർമ്മികതയുമില്ലാതെ നശിപ്പിച്ച് തട്ടിയെടുത്ത് സ്വാർത്ഥമായി ഉപയോഗിക്കുന്ന നന്ദിയില്ലാത്ത ലോകം എൻ്റെ ചുറ്റിലുമുണ്ടല്ലോ. പലരും വിവാഹത്തിനും രോഗത്തിനുമൊക്കെ സമ്പാദിച്ചു വെച്ചിട്ടുള്ള സമ്പാദ്യങ്ങൾ പോലും വ്യർത്ഥമായി എടുത്തുപയോഗിക്കുന്ന ചില ആളുകൾ അറിയാതെ ഞങ്ങളുടെയൊക്കെ ഇടയിലുണ്ടല്ലോ. കർത്താവേ, ഞങ്ങളുടെ നിക്ഷേപം നിങ്ങൾ അർപ്പിക്കുവാൻ തക്കവണ്ണം മനസ്സുയർത്തുകയാണ്. നിക്ഷേപമായിട്ടൊന്നുമില്ല, 2 തുള്ളി കണ്ണുനീര് മാത്രമേ ഉള്ളൂ. ആ കണ്ണുനീർത്തുള്ളികൾ സ്വീകരിക്കുവാൻ തക്കവണ്ണം ദൈവമേ മനസ്സല്യണമേ. ആ കണ്ണുനീർത്തുള്ളികളുമായി നിൻ്റെ അടുക്കിലേക്ക് മനസ്സുയർത്തുകയാണ്. ശമവോൻ തൻ ഭവനേ വന്ന പാപി സ്ത്രീ പോലിരുതുള്ളി കണ്ണീർ കണ്ടൻ മേൽദയ തോന്നണമേ. ശമവോൻ തൻ ഭവനേ വന്ന പാപി സ്ത്രീ പോലിരുതുള്ളി കണ്ണീർ കണ്ടൻ മേൽദയ തോന്നണമേ. എൻ്റെ സ്വർഗസ്ഥനായ അപ്പച്ച, ദാവീദ് രാജാവ് എല്ലാം മറന്ന് നിങ്കിലേക്ക് ഞാൻ എൻ്റെ മനസ്സുയർത്തുന്നു എന്ന് പറഞ്ഞതുപോലെ ബലഹീനനായ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും സ്നേഹിക്കുന്നവരും ഉപദ്രവിക്കുന്നവരുമൊക്കെ നിങ്കിലേക്ക് മനസ്സുയർത്തുകയാണ്. നിങ്കിലേക്ക് മനസ്സുയർത്തുവാൻ തക്കവണ്ണം, മനസ്സിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം പൊന്നപ്പച്ച നീ നിന്ന് തരത്തില്ലേ? എത്രമാത്രം മനസ്സുയർത്തിയാലും തള്ളിക്കളയാത്തവനായ ഒരുവനാണ് നീ എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. യാചിപ്പീൻ കിട്ടുമെന്നും, അന്വേഷിപ്പീൻ കണ്ടെത്തുമെന്നും, മുട്ടുവീൻ തുറന്നു തരുമെന്നും വാഗ്ദാനം ചെയ്തവൻ സ്വർഗത്തിലെ അപ്പച്ച നീ മാത്രമാണല്ലോ. നീ സ്വർഗത്തിലെ അപ്പച്ചനാണെങ്കിലും എൻ്റെ ദൈവമേ, അങ്ങ് സ്വർഗത്തിലിരിക്കാൻ ആഗ്രഹിക്കാതെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാണല്ലോ. സങ്കീർത്തനക്കാരൻ നിങ്കിലേക്ക് മനസ്സുയർത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിലേക്ക് മനസ്സുയർത്തുവാൻ, യഹോവയെങ്കിലേക്ക് മനസ്സുയർത്തുവാൻ തക്കവണ്ണം പലരും തയ്യാറാകാതിരിക്കുന്നത് കണ്ട് ഞങ്ങളുടെ ഇടയിലേക്ക് തൻ്റെ മനസ്സുമായി കടന്നു വന്ന, ആത്മാവുമായി കടന്നു വന്ന അങ്ങയെ തിരിച്ചറിയാതെ പോയതിനെ ഓർത്ത് ഒത്തിരി ദുഃഖമുണ്ട്. എൻ്റെ അപ്പച്ച മനസ്സ് വീണ്ടും ഒന്ന് ഉയർത്തിക്കൊള്ളട്ടെ, കണ്ണുകൾ വീണ്ടും ഒന്ന് ഉയർത്തിക്കൊള്ളട്ടെ. കാരണം എവിടെ തിരിഞ്ഞാലും വേദനകളുടെയും നിരാശയുടെയും അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതിനപ്പുറമായി ഒന്ന് കണ്ണുയർത്തി നോക്കിയാൽ, മനസ്സുയർത്തി നോക്കിയാൽ സന്തോഷത്തിൻ്റെതായ സ്വരങ്ങൾ ഒത്തിരി അവിടെയുണ്ടെന്ന് തിരിച്ചറിയുന്നു. ഇവിടുത്തെ വേദനകളിൽ മാത്രം കണ്ണുടക്കാതെ, മനസ്സുടക്കാതെ, നിരാശപ്പെട്ടു പോകാതെ അവിടേക്ക് മനസ്സുയർത്തി ആ സന്തോഷമൊന്ന് കാണുവാനിടയാകട്ടെ. ഉണ്ടെനിക്കായൊരു മോക്ഷ വീടേ, ഇണ്ടലാകുന്നു ഞാൻ വാഴുമങ്ങ്. ദൈവമുണ്ടേ അങ്ങു പുത്രനുണ്ട്, ആത്മാവുണ്ട് ദൈവദൂതരുണ്ട്. ഈ വിധമായുള്ള വീട്ടിനുള്ളിൽ ചെല്ലുവാനെന്നുള്ളം വാഞ്ചിക്കുന്നു. കണ്ണിനു കാണുന്നതൊന്നുമല്ല,
കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ, കണ്ണിനു കാണുന്നതൊന്നുമല്ല, കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ. ഏകദേശം 4000-ലധികം വർഷങ്ങൾക്ക് മുൻപ് ദാവീദ് രാജാവ് ദൈവസന്നിധിയിൽ യഹോവേ നിങ്കിലേക്ക് ഞാൻ എൻ്റെ മനസ്സുയർത്തുന്നു എന്ന് പാടിയതുപോലെ, അതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചതുപോലെ, ഇനിയും നമ്മൾക്ക് മനസ്സുയർത്തേണ്ടതായിട്ടുള്ള ഒത്തിരി സാഹചര്യങ്ങളുണ്ട്, ചുറ്റുവട്ടങ്ങളുണ്ട്. മകനെ, നീ മനസ്സുയർത്തിക്കൂ, ഹൃദയത്തെ ഉയർത്തിക്കൂ, നിൻ്റെ വ്യാപാരങ്ങളെ എന്നിലൂടെ വ്യാപരിപ്പിച്ചു എന്ന് പറയുന്ന ഒരു വലിയ അപ്പച്ചന് എനിക്കും നിങ്ങൾക്കുമുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, വേദനിക്കുന്നത് എന്തിനാണ്? നീ നിൻ്റെ മനസ്സ് ദൈവത്തെങ്കിലേക്ക് ഒന്നും നോക്കാതെ ഉയർത്തിക്കൂ. മനസ്സിനെ ഉയർത്തുവാനും താഴ്ത്തുവാനും സാധിക്കും. ചില സമയത്ത് നമ്മൾ ബലം നഷ്ടപ്പെട്ടവരായി, ആരോഗ്യം നഷ്ടപ്പെട്ടവരായി മാറുമ്പോഴും ആ സമയത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു സ്പിരിച്വൽ എനർജിയുമായി ദൈവത്തെങ്കിലേക്ക് നോക്കുക. ആത്മാവിനെ, ശരീരത്തെയും മനസ്സിനെയും ബോധത്തെയും വികാരത്തെയും ഹൃദയത്തെയും അവങ്കിലേക്ക് ഉയർത്തി, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല എന്ന് പറയുന്നത് പോലെ സാക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ ഹിതം നമ്മളെ സഹായിക്കട്ടെ. 25-ാം സങ്കീർത്തനം 1-ാം വാക്യം, യഹോവേ നിങ്കിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. ആ ഒരു ചിന്ത നമ്മൾക്ക് ധ്യാനവും പ്രാർത്ഥനയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.